സ്കൂൾ പൂട്ടി 10 ദിവസം വെറുതെ ഇരിക്കല്ലേ, നൗഫലാക്കൊണ്ട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ഒരു ചോദ്യം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ നമ്മളും അങ്ങനെ നമ്മൾ ഒപ്പിച്ച് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോരോ വണ്ടിയിലും നമ്മളെ വണ്ടിയിലും പോകുന്ന വഴിക്ക് കൊറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂള ചിപ്സ് മേടിച്ചു. അപ്പം നമ്മൾ പോണത് ചാലയും ഓഷ്യൻക്കാണ് കേട്ടോ. ഇത് പുതിയത് ഓപ്പൺ ആയതാണ്. അപ്പോൾ മാതാമാരൊക്കെ ഉണ്ടേ, ആഹാ നിറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും കത്തിയിട്ടില്ലായിരുന്നു. ഒന്നും കത്തിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. എം ടി വാസുദേവൻ മരിച്ചതിൻ്റെ പ്രമാണിച്ച് സകല ലൈറ്റും ഒരു ഓഫാക്കിയിട്ടു. കവാടം കണ്ടോ, അടിപൊളിയാണ്. പിന്നെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ കണ്ണെത്താ ദൂരം ഇങ്ങനെ പരന്ന് കിടന്ന് നടക്കാണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ നടക്കാണ്ടായിരുന്നു. ഇപ്പം അടുത്തൊന്നും ഇത്ര ദൂരം നടക്കാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ വൈബാണല്ലോ. അവിടുന്ന് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കുറച്ച് തിരമാലകളൊക്കെ എണ്ണി നുഹക്കുട്ടിനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ വെച്ചിട്ടോ. ഓൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ റൂഹി ഒരു പ്രായത്തിൽ ഇത് കണ്ട കരയും കേട്ടോ. അങ്ങനെ ഓളെ പല ഷോ എടുക്കലായിരുന്നു അവിടെ. ഓളെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ആരെ ഫോണിലാണെന്നാവും, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഉസ്താദ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഒന്ന് ഇങ്ങോട്ട് അയച്ചിരണം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നടന്നു വാങ്ങിയപ്പോഴേ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ ഈ ബലൂണിന് റൂഹി കുറേ വാശി പിടിച്ച് നമ്മൾ വാങ്ങിക്കൊടുത്തില്ല. വെറുതെ എന്തിനാണ് ആ പൈസ കളയണേ, ആ വീട്ടിൽ വരും വിടും എന്നിട്ട് അങ്ങോട്ട് പോകും. അതന്നെ. പിന്നെ അവിടുന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ജങ്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ നോക്കിക്കാട്ടോ നുഹയും കൂടി. ജങ്കാർ കണ്ടപ്പോൾ എന്തോ വലിയ സംഭവമാണെന്നാണ് റോഹി കരുതിയത്. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ വെള്ളം ഇളകണ നോക്കിയിട്ട് അതുവരെ പോയിട്ട് ഇങ്ങോട്ട് വരാം. അതന്നെ. അപ്പോൾ ആരെ തിരക്കും എന്തിനാണാവോ ഈ കണ്ട ആൾക്കാരൊക്കെ ഇതിൽ കയറിയിരിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു സംശയം. ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ പിന്നെ റൂഹി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറി ഒപ്പിച്ചു, അത്ര തന്നെ. പിന്നെ ഈ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. ബേപ്പൂർ എന്തോ ഒരു ഫെസ്റ്റോ വാട്ടർ ഫെസ്റ്റോ സംഭവങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ വണ്ടി ഇവിടെ ഇരുന്നല്ലോ, കയറ്റാൻ പറ്റിയില്ല, ട്രാഫിക് ജാമുണ്ട്. അവസാനം ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാലിക്കറ്റ് കഫ്തേരിയയിൽ വിശന്ന് കുടൽ കരിഞ്ഞിട്ടാണ് എത്തിയത്. അവിടുന്ന് ഷവായും കുബൂസും കഴിച്ചു. ലൈറ്റ് ഷോ മൊത്തം കാലിക്കറ്റ് മൊത്തം ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ എം ടി വാസുദേവൻ മരിച്ചില്ലേ, അതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചാൽ അതൊക്കെ നമുക്ക് മിസ്സായിട്ടോ. ഇല്ലെങ്കിൽ നല്ല വൈബ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ സ്മൂച്ച് ഒന്ന് ഈ ഒരു സംഭവം കൂടെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് വിട്ടു.